Watch full episodes on Jio Hotstar. പത്ലു, ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. വരൂ, നമുക്ക് ചെന്ന് വേഗം നല്ല സമോസകൾ ഉണ്ടാക്കാം. പ്ലീസ്. പൊളിച്ചെടുത്തല്ലോ, നമുക്ക് സമോസ പിന്നെ കഴിക്കാം. അത് കണ്ടോ നമ്മുടെ ലാമ അവർ അടിച്ചോണ്ട് പോണത്. നമ്മളിനി ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോകും? അതായത് ഇപ്പൊ നമുക്ക് മുന്നിലേക്കും പോകാൻ കഴിയില്ല, പിന്നിലേക്കും പോകാൻ കഴിയില്ല. കുടിക്കാൻ വെള്ളം മാത്രം ഇവിടെയുണ്ട്, കഴിക്കാൻ ഒന്നുമില്ല. പത്ലു, ഞാൻ വെള്ളം കുടിക്കാതെ വേണേ പോലും ജീവിക്കും. പക്ഷേ ഭക്ഷണം കഴിക്കാതെ എന്നെ കൊണ്ട് വയ്യ. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ എന്റെ ഫ്ലൈയിങ് കാറ് ഈ റിമോട്ട് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്നേ. പിന്നെ നമുക്ക് പറന്ന് എവിടെയൊക്കെ പോണോ അവിടെയൊക്കെ പോകാം. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ പൊന്നു ചിങ്കം സാറേ, ഞാൻ ഈ പറഞ്ഞതിന് നിങ്ങളൊക്കെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്റെ അത്തിപ്പാറ അമ്മച്ചേ. എന്തൊരു സംഭവമാണ്! ഇവന്മാരുടെ കയ്യിലാണെങ്കിൽ പറക്കുന്ന കാർ പോലുമുണ്ട്. ഇതൊരു ശരി ദൈവാനുഗ്രഹം തന്നെ. കുലേബ കവാലി, നമ്മൾ മോട്ടു പത്തുലുവിനെ തെരഞ്ഞെടുത്തത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളല്ല, അവരെ ഞാനാണ് സെലക്ട് ചെയ്തത്. ഓ, നീ വെറുതെ ആവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കല്ലേ. മോട്ടു, നീ പുറകിലോട്ടുള്ള ഡയറക്ഷനിലേക്കാ പോകുന്നത്. ഓ, സോറി പത്ലു, ഇപ്പൊ തന്നെ തിരിച്ചേക്കാം. എന്റെ അമ്മച്ചിയെ, മറ്റൊരു തലവേദന. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ജീവൻ വേണ, ഓടിക്കോ. ചിലപ്പോ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, അവന്മാര് നമുക്കിട്ട് അറിഞ്ഞോണ്ട് പണിയുന്നതാണെന്ന്. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഇവിടെ തങ്ങാം, നാളെ രാവിലെ ഇവിടുന്ന് പോവാം. വെയിറ്റർ ചേട്ടാ, ഇവിടെ സമോസകളൊന്നും ഉണ്ടാക്കാറില്ലേ? സാർ, ഇവിടെ സമോസ ഇല്ല സാർ, പക്ഷെ സമോസി ഉണ്ടാക്കാറുണ്ട്. പൊളിച്ചെടുത്തല്ലോ, എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ സമോസേ? ഓഹോ, ഇവിടെ സമൂസയുടെ അനിയത്തി സമൂസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചു ഹുക്കും സിംഗ്, അതിനകത്ത് സ്ഫോടന വസ്തുവുണ്ട്. സിറ്റി ഓഫ് ഗോൾഡിൽ വല്ല മതിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാനായിട്ട് കൊണ്ടുവന്നതാ. മോട്ടു പത്ലു ഏതായാലും ഇവിടെ എത്തിയിരിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് അവര് നമ്മളെ സിറ്റി ഓഫ് ഗോൾഡ് വരേക്കും എത്തിക്കുമെന്ന്. അവർ അവിടെ എത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ തീർച്ചയായും അവിടെ എത്തിയേ തീരൂ. സിറ്റി ഓഫ് ഗോൾഡിന്റെ ആളുകൾ മോട്ടു പത്ലുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇത്ര ദൂരം എത്തിയ വിവരം അവർക്ക് അറിയുകയേയില്ല. ഒരു തവണയെങ്കിലും ആ കിരീടവും ആളും നമ്മുടെ കയ്യിലെത്തിയാൽ അതിനുശേഷം ഈ നഗരം മുഴുവൻ നമ്മുടെ സ്വന്തമാകും. അതെങ്ങനെ? അങ്ങനെ ഇവിടുത്തെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാണാവോ ആ കിരീടത്തെ ധരിച്ച് വാള് കയ്യിലേന്തുന്നത്, അയാൾക്കായിരിക്കും സിറ്റി ഓഫ് ഗോൾഡിന്റെ പൂർണ്ണ ആധിപത്യം. ഉറങ്ങിക്കിടക്കുന്നവർ പൂർണ്ണമായിട്ട് ഉണരുകയും പിന്നീട് എന്നേക്കുമായിട്ട് ആ അധിപന്റെ അടിമകളായി മാറും.
ഉറങ്ങിയവർ ഉണരുവെന്നോ? അതെ, അവിടുത്തെ മനുഷ്യരെ ഏതോ മന്ത്രവാദി പ്രതിഭകളാക്കി മാറ്റിയിരുന്നു. എന്നിട്ട് അവിടുത്തെ രാജാവിനെ കൊന്നുകളഞ്ഞിരുന്നു. അന്ന് മുതൽ ആരും അവിടെ വരാറില്ല. ആ നഗരത്തിന്റെ രക്ഷിതാവ് ഇതേ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നിട്ട് അയാൾ ആരെയും അവിടെ ഇതുവരെ എത്താൻ സമ്മതിക്കാറില്ല. എന്റെ പേര് ഗുൽഖാൻ എന്നാണ്. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ എവിടുന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ച് പെട്ടെന്ന് പൊക്കോളൂ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. വലിയേട്ടോ, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങളത് തീർച്ചയായും നടത്തിയിരിക്കും. അല്ലാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല. ഇപ്പൊ പറ, എന്താ ചെയ്യേണ്ടത്? പറ. സൈനികരെ, പത്തിലോ ഇവർ ഒരുപാട് പേരുണ്ട്. സമൂസ ഇപ്പൊ ചെയ്യണ്ട കേട്ടോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ആലോചിക്കൂ. ആലോചിക്കാനോ ഒന്നുമില്ല, ഓടിക്കോ. എന്റെ അമ്മോ, പിടിക്കവന്മാരെ. അവന്മാർ ഓടി രക്ഷപ്പെടാൻ പാടില്ല. ഡോക്ടർ ജഡ്ക, വേഗം. എന്റെ അമ്മോ, വിട്ടോ. അവന്മാരിത് വേണം വെച്ച് ചെയ്യുന്നതാ. അവർക്കറിയാം നമ്മൾ പുറകെ തന്നെ ഉണ്ടെന്ന്. സദാസമയം നമുക്കിത് സംഭവിക്കാൻ പാടില്ല. അവർ നമ്മളെ എല്ലാവരും നശിപ്പിച്ചേ അടങ്ങൂ എന്നാണ് തോന്നുന്നത്. നിൽക്കൂ, നിൽക്കൂ അവിടെ. ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ. ഇതെന്താ ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. എന്നാ പിടിക്കോ. അതെ, എന്റെ പത്തിലോ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. വേഗം. വേഗം വിട്ടോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. മോട്ടു, വേഗം വേഗം കേറ്. മോട്ടു, എന്റെ ചങ്ക്, ഇനി ഈ കാറിന് പറക്കാൻ കഴിയില്ല. പൊളിച്ചേ. വലിയേട്ടാ, എനിക്ക് തോന്നുന്നത് അവര് പേടിച്ചു പോയി. കണ്ടില്ലേ, എല്ലാവരും പുറകിൽ നിൽക്കുവാ. ഓ മോട്ടു, എന്റെ ബ്രോ, എന്റെ ചങ്കുകളെ, അവരിവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാം.
ഓ, എന്റെ ചങ്കുകളെ, എന്റെ കാലിനകത്ത് താന്നു പോയേ. എന്റെ അമ്മോ, എന്താണത്? പത്ലു, ഇവിടെയൊക്കെ എന്താ സ്പോഞ്ച് പോലെ ഉള്ളത്? നിൽക്ക്, എല്ലാവരും അവിടെ നിൽക്ക്. ഇത് സ്പോഞ്ച് ഒന്നും അല്ല, ഇത് ലിക്വിഡ് സാൻഡ് ആണ്. എന്താ പറഞ്ഞ? പൊളിച്ചെടുത്തല്ലോ. ഈ ലിക്വിഡ് സാൻഡിൽ കൊടുക്കുന്നത് എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ മുത്തശ്ശി, ഞങ്ങളെ വന്ന് രക്ഷിക്കണേ. നിങ്ങൾ എല്ലാവരും ഒന്ന് അനങ്ങാതെ നിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വേഗം താഴേക്ക് പോകും. ഉറപ്പാണ്. ശാന്തി, ശാന്തി. എന്താ നിങ്ങൾ പറയാറുള്ളത്? ബൈ ബൈ. കാരണം നിങ്ങൾ ഇപ്പൊ കീഴോട്ട് ഇറങ്ങി പോകാൻ പോവുകയാണ്. ഇനിയിപ്പോ പോണതിന് മുമ്പ് ഒരു കാര്യം പറ, നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? ഞങ്ങൾ എല്ലാവരും കുറച്ചുപേരെ സഹായിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ, പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും സഹായിക്കാനായിട്ട് വന്നതായിരിക്കും, പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഇപ്പൊ ആരും വരില്ല. ബൈ 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 ബൈ. എന്റെ അമ്മോ, ഞാൻ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫുർഫുറെ നഗരത്തിലോ ധീരനായ പോലീസ് നഷ്ടപ്പെടും. ഞാനൊരു സത്യം പറയട്ടെ എന്റെ ചിങ്കം സാറ്. ഡോക്ടർ ജഡ്കെ എന്ന ഈ മഹാനായ സയന്റിസ്റ്റ് ഈ ലോകം തന്നെ വെടിഞ്ഞാൽ അത് ശാസ്ത്രലോകത്തിന് നഷ്ടമായിരിക്കും. എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ചേട്ടാ, ഇതൊന്ന് കേട്ടിട്ട് പോ. മരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരുടെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കില്ലേ? ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് പൂർത്തീകരിച്ച് താ പ്ലീസ്. ശരി, പറ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് വെച്ചാ ഞങ്ങൾക്ക് നിങ്ങൾ സമൂസ കഴിക്കാൻ തരണം. നമ്മൾ നിന്റെ അവസാനത്തെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിച്ചു തരും. അതെ, പെട്ടെന്ന് സമൂസ എടുത്തോണ്ട് വാ. ആരെങ്കിലും ഒന്ന് വേഗം വന്ന് എനിക്ക് കുറച്ച് സമൂസ തരൂ. നീ വരാൻ വളരെ വൈകിപ്പോയി. ഇപ്പൊ അവർ ഈ ലോകം തന്നെ വിട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് വാ, നമുക്ക് മടങ്ങാം. നല്ല മണം. താങ്ക് യു വലിയേട്ടാ. അല്ല, ഈ സമോസ കൊണ്ടുവന്നത് നമുക്ക് ഭാര്യയല്ലോ. വാ, നമുക്ക് പെട്ടെന്ന് ഓടാൻ വിടുന്നത്. എന്റെ മോട്ടു, അവരെ പോകാൻ അനുവദിക്ക്. എന്തൊക്കെയായാലും അവരല്ലേ നമ്മുടെ ജീവൻ രക്ഷിച്ചത്. സമൂസ കഴിച്ചപ്പോ നല്ല രസമുണ്ട് എന്റെ പത്ലു. അതേതായാലും നന്നായി. മോട്ടു സമോസ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? മോട്ടു, യു ആർ ദി ബെസ്റ്റ്. താങ്ക് യു ചിങ്കം സാർ. വലിയേട്ടാ, ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലി വേഗം പൂർത്തിയാക്ക്. വേഗം ചെന്ന് ആ കാറ് റിപ്പയർ ചെയ്യുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.